ഓം സായിറാം. അധ്യായം 12. സായി ലീലകൾ. 1. കാക്ക മഹാജനി. 2. ധൂമാലിലെ വക്കീൽ. 3. മിസസ് നിമോൻകാർ. 4. മുലായ് ശാസ്ത്രി. 5. ഒരു ഡോക്ടർ. ഇവരുടെ അനുഭവ കഥകൾ. ഈ അധ്യായത്തിൽ ഭക്തന്മാരെ ബാബ എങ്ങനെ സ്വീകരിച്ചു പെരുമാറി എന്നു പരിശോധിക്കാം. ഋഷിമാരുടെ പ്രവർത്തനങ്ങൾ. മുൻ അധ്യായങ്ങളിൽ ദൈവാവതാരം സൽകൃത്തുക്കളെ രക്ഷിക്കാനും ദുഷ്കൃതരെ നശിപ്പിക്കാനുമാണെന്ന് പറഞ്ഞുവല്ലോ. ഋഷിമാരുടെ അവതാരണോദ്ദേശം മറ്റൊന്നാണ്. അവർക്ക് നല്ലതും ചീത്തയും ഒരുപോലെയാണ്. ആദ്യം ദുഷ്കൃതരെപ്പറ്റി ചിന്തിച്ച് അവരെ നേർവഴിക്ക് കൊണ്ടുവരുന്നു. ഭവസാഗരം കുടിച്ചു പറ്റിക്കുന്ന അഗസ്ത്യരും അജ്ഞാനാന്ധകാരം നീക്കുന്ന സൂര്യനും എല്ലാം അവരാണ്. ഭഗവാൻ ഋഷിമാരിൽ കുടികൊള്ളുന്നു. യഥാർത്ഥത്തിൽ അവർ ഭഗവാനിൽ വ്യത്യസ്തമല്ല. നമ്മുടെ സായി അത്തരത്തിലുള്ള ഒരു മഹൽ ശക്തി ഭക്തന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ചതാണ്. അപാരജ്ഞാനവും ദൈവീക പ്രഭാവലയവുമുള്ള സായിബാബ സകല ജീവജാലങ്ങളെയും സ്നേഹിച്ചു. ബാബ നിസ്സംഗനായിരുന്നു. ശത്രുവും മിത്രവും രാജാക്കന്മാരും ഭിക്ഷക്കാരും ബാബയ്ക്ക് ഒരുപോലെയായിരുന്നു. ബാബയുടെ കഴിവുകളെ കേൾക്കുക. ഭക്തന്മാർക്കു വേണ്ടി എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ബാബ ജാഗരൂകനായി അവരെ സഹായിച്ചു. എങ്കിലും ബാബ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരു ഭക്തനും അങ്ങോട്ടടുക്കുവാൻ കഴിയുമായിരുന്നില്ല. അവരുടെ ഊഴം വരുന്നതുവരെ ബാബ അവരെ ശ്രദ്ധിക്കുകയോ ബാബയുടെ ലീലയെപ്പറ്റി അവർ കേൾക്കുകയോ ചെയ്യില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് ബാബയെ കാണാൻ സാധിക്കുന്നത്? ചിലർ ബാബയെ കാണാൻ ആഗ്രഹിച്ചിട്ടും മഹാസമാധി വരേക്കും അതിന് തരപ്പെട്ടില്ല. അങ്ങനെ പലർക്കും കാണാൻ സാധ്യപ്പെടാതെ വന്നു. അവർ ഈ ലീലകളിൽ ശ്രദ്ധിച്ചാൽ ദർശനമാകുന്ന പാല് നുകരുന്നതിനു പകരം ലീലാശ്രവണമാകുന്ന തൈരുകൊണ്ടെങ്കിലും ഏറെക്കുറെ തൃപ്തരാവാം. ആരെങ്കിലും യദൃച്ഛയാ ഭാഗ്യവശാൽ അവിടെ ചെന്ന് ബാബയെ കണ്ടാൽ അവർക്കവിടെ കൂടാൻ കഴിഞ്ഞിരുന്നുവോ? ഒരിക്കലുമില്ല. ആർക്കും സ്വച്ഛയാ അവിടെ പോവാനോ അവിടെ ദീർഘകാലം താമസിക്കാനോ കഴിഞ്ഞിരുന്നില്ല. ബാബ അനുവദിക്കുന്നതുവരെ അവിടെ നിൽക്കാം. ബാബ പോവാൻ പറഞ്ഞാൽ പൊയ്ക്കൊള്ളണം. അങ്ങനെയെല്ലാം ബാബയുടെ ഇച്ഛാനുസരണം മാത്രം നടക്കും. കാക്ക മഹാജനി. ഒരിക്കൽ ബോംബെയിൽ നിന്ന് കാക്ക മഹാജനി ഷിർദിയിൽ പോയി. അയാൾക്കവിടെ ഒരാഴ്ച നിന്ന് ഗോകുലാഷ്ടമി ഉത്സവം കാണണമെന്നുണ്ടായിരുന്നു. ബാബയെ കണ്ട ഉടനെ ബാബ ചോദിച്ചു, എപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്? അയാൾ അമ്പരന്ന് ഇങ്ങനെ പറഞ്ഞു. ബാബ സമ്മതം തരുമ്പോൾ. ബാബ പറഞ്ഞു, നാളെ പോവാം. ബാബയുടെ വാക്ക് നിയമമാണ്, അനുസരിക്കുകയും വേണം. അയാൾ മടങ്ങി ഓഫീസിൽ പോയപ്പോൾ അയാളുടെ മുതലാളി അയാളെ കാത്തിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അയാളുടെ മാനേജർക്ക് സുഖക്കേടായതിനാൽ കാക്ക മഹാജനിക്ക് ചാർജ് എടുക്കേണ്ടതുമായിരുന്നു. മുതലാളി കാക്കയ്ക്ക് ഒരു കത്ത് ഷിർദിയിലേക്ക് അയച്ചത് മടങ്ങി വന്നു. ഭാവു സാഹേബ് ധൂമാൽ. മറ്റൊരു തരം കഥ കേൾക്കാം. ഭാവു സാഹേബ് ധൂമാൽ ഒരു കേസ് ആവശ്യമായി നിഫാഡിലേക്ക് പോകുകയായിരുന്നു. വഴിക്ക് അയാൾ ഷിർദിയിൽ വന്നു. ബാബയെ ദർശിച്ച് ഉടനെ കേസിന് പോവാനാണ് ഉദ്ദേശം. ബാബ പോവാൻ അനുവദിച്ചില്ല. ഒരാഴ്ചയിലധികം അയാളെ ബാബ ഷിർദിയിൽ നിർത്തി. ഈ സമയം നിഫാഡിലെ മജിസ്ട്രേറ്റ് കഠിനമായ വയറ്റിൽ വേദന കാരണം കേസ് നീട്ടിവച്ചിരുന്നു. പിന്നീട് ധൂമാലിനോട് കേസിന് പൊയ്ക്കൊള്ളാൻ അനുവാദവും കൊടുത്തു. അത് കുറച്ചുകാലം നടക്കുകയും 4 മജിസ്ട്രേറ്റുമാർ മാറി മാറി വന്ന് വിചാരണ ചെയ്യുകയും ചെയ്തു. ഒടുക്കം ധൂമാൽ കേസ് ജയിച്ച് കക്ഷിയെ വിടുവിച്ചു. മിസസ് നിമോൻകാർ. നിമോണിലെ വാട്ടൻദാറും ഹോണറ്റി മജിസ്ട്രേറ്റുമായ നിമോൻകാർ ഭാര്യയോടുകൂടി വന്ന്
ഷിദ്ദിയിൽ താമസിച്ചിരുന്നു. അവർ രണ്ടുപേരും അധിക സമയവും മസ്ജിദിൽ ബാബയെ പരിചരിച്ചിരിക്കും. അവരുടെ മകന് ബേലാപൂരിൽ വച്ച് സുഖമില്ലെന്നറിഞ്ഞ് മിസ്സിസ് നിമോൻകാർ ബാബയുടെ അനുമതിയോടുകൂടി അവിടെ പോയി കുറച്ചു ദിവസം നിൽക്കാൻ തീരുമാനിച്ചു. നാനാ സാഹിബ് അവരോട് പിറ്റേന്ന് തന്നെ മടങ്ങി വരാൻ പറഞ്ഞു. അവരാകെ വിഷമിച്ച് എന്ത് വേണമെന്നറിയാതെ ആയപ്പോൾ ബാബ അവരുടെ സഹായത്തിനെത്തി. ഷിദ്ദിയിൽ നിന്ന് പോവാൻ പുറപ്പെട്ട് അവർ ബാബയെ നമസ്കരിച്ചു പോവാൻ അനുവാദം ചോദിച്ചു. ബാബ പറഞ്ഞു, സമാധാനമായി വേഗം പൊയ്ക്കൊള്ളൂ. 4 ദിവസം ബേലാപൂരിൽ താമസിച്ചോളൂ. എല്ലാ ബന്ധുക്കളെയും കണ്ട് ഷിദ്ദിയിലേക്ക് മടങ്ങിയാൽ മതി. എത്രമാത്രം അവസരോചിതമായിരുന്നു ബാബയുടെ വാക്കുകൾ. നാസിക്കിലെ മുലായ് ശാസ്ത്രി, ഒരു യാഥാസ്ഥിതിക അഗ്നിഹോത്ര ബ്രാഹ്മണനും 6 ശാസ്ത്രങ്ങളും ജ്യോതിഷവും നല്ലപോലെ പഠിച്ച ആളുമായ നാസിക്കിലെ മുലായ് ശാസ്ത്രി ഒരിക്കൽ ഷിദ്ദിയിലേക്ക് നാഗരപ്പൂരിലെ കോടീശ്വരനായ ബാപ്പു സാഹിബ് ഭൂട്ടിയെ കാണാനായി വന്നു. അവർ തമ്മിൽ കണ്ട ശേഷം അവർ ബാബയെ ദർശിക്കാൻ മസ്ജിദിലേക്ക് പോയി. ബാബ പലതരം പഴങ്ങളും കച്ചവടക്കാരോട് വാങ്ങി മസ്ജിദിൽ കൂടിയവർക്ക് കൊടുക്കാറുണ്ട്. ബാബ ചിലപ്പോൾ മാമ്പഴം നല്ലപോലെ പതപ്പിച്ചു കൊടുത്താൽ ഒറ്റ വലിക്ക് മുഴുവൻ കഴമ്പും കഴിച്ച് തോലും അണ്ടിയും വലിച്ചെറിയാം. അത്രയ്ക്ക് വിദഗ്ധമായി ബാബ മാമ്പഴം പതപ്പിക്കും. പഴം തോലുരിച്ച് ഭക്തന്മാർക്ക് കൊടുത്ത് തോൽ ബാബ സ്വന്തം ആവശ്യത്തിനെടുക്കും. മുലായ് ശാസ്ത്രി ഹസ്തരേഖാ ശാസ്ത്രജ്ഞനായതിനാൽ ബാബയുടെ കൈ നോക്കാൻ അനുവാദം ചോദിച്ചു. ബാബ അതിൽ ശ്രദ്ധിക്കാതെ അയാൾക്ക് 4 വാഴപ്പഴങ്ങൾ കൊടുത്തു. പിന്നെ അവർ വാടായിലേക്ക് മടങ്ങി. മുലായ് ശാസ്ത്രി കുളിച്ച് പരിശുദ്ധ വസ്ത്രം ധരിച്ച് അഗ്നിഹോത്രം മുതലായ ദിനചര്യക്കിരുന്നു. അപ്പോൾ ബാബ ലണ്ടിത്തോട്ടത്തിലേക്ക് പുറപ്പാടായി. ബാബ പറഞ്ഞു, കുറച്ച് കാവി എടുത്തോളൂ. ഇന്ന് നാം കാവി വസ്ത്രം ധരിക്കാൻ പോകുന്നു. ബാബ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞ് ബാബ മടങ്ങി വരികയും മധ്യാഹ്ന ആരതിക്ക് ഏർപ്പാട് തുടങ്ങുകയും ചെയ്തു. ബാപ്പു സാഹിബ് ജോഗ് മുലായ് ശാസ്ത്രിയോട് ആരതിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ ബാബയെ വൈകുന്നേരം കാണാമെന്നും പറഞ്ഞു. ബാബ ആസനത്തിലിരുന്ന് ആരതിയും നടത്തി. ബാബ പറഞ്ഞു, ആ നാസിക് ബ്രാഹ്മണനോട് കുറച്ച് ദക്ഷിണ വാങ്ങിക്കൊണ്ടുവരൂ. ഭൂട്ടി തന്നെ ദക്ഷിണ വാങ്ങാൻ പോയി. അയാൾ ബാബയുടെ സന്ദേശം പറഞ്ഞപ്പോൾ ശാസ്ത്രി അന്തം വിട്ടുപോയി. അയാൾ കരുതി, ഞാൻ ഒരു പരിശുദ്ധ അഗ്നിഹോത്ര ബ്രാഹ്മണനായിരിക്കെ എന്തിന് ദക്ഷിണ കൊടുക്കണം? ബാബ മഹാനായിരിക്കാം, ഞാൻ ബാബയുടെ ആശ്രിതനൊന്നുമല്ലല്ലോ. പക്ഷേ ഒരു മഹാസിദ്ധൻ കോടീശ്വരനെ അയച്ച് ദക്ഷിണ ചോദിച്ചതുകൊണ്ട് കൊടുക്കാതിരിക്കാനും വയ്യ. അതുകൊണ്ട് ദിനചര്യ മുഴുമിക്കാതെ ഭൂട്ടിയോടുകൂടി അയാൾ മസ്ജിദിലേക്ക് പുറപ്പെട്ടു. അയാൾ സ്വയമേ പരിശുദ്ധനും പുണ്യവാനുമാണെന്നും പള്ളി മോശമായ സ്ഥലമാണെന്നും കരുതി അയാൾ ദൂരെ നിന്ന് ബാബയ്ക്ക് പൂ അർപ്പിച്ചു. അതിശയമെന്ന് പറയട്ടെ, അയാൾ അപ്പോൾ കണ്ടത് ബാബയെ അല്ല, സ്വന്തം ഗുരു ഖോലാബ് സ്വാമിയെയാണ്. അയാൾ അതിശയിച്ചു. സ്വപ്നമായിരിക്കുമോ? അല്ല, സ്വപ്നമല്ല. പിന്നെ എങ്ങനെ സമാധിയായ ഖോലാബ് സ്വാമി ഇവിടെ? അയാൾ സ്തബ്ധനായി. അയാൾ സ്വപ്നമല്ലെന്ന് പരിശോധിക്കാൻ ദേഹത്ത് നുള്ളി നോക്കി. അന്തരിച്ച ഗുരു ഇവിടെയോ? പള്ളിയിൽ ഒടുക്കം അയാൾ ഓടിച്ചെന്ന് നമസ്കരിച്ചു. കൈകെട്ടി നിന്ന് ബാക്കി പേർ ആരതി പാടുമ്പോൾ മുലായ് ശാസ്ത്രി ഗുരുവിൻ്റെ പേർ ഉറക്കെ ഉച്ചരിച്ചു. പിന്നീട് അയാളുടെ മഹത്വവും ജാതിക്കുശുമ്പും എല്ലാം ഉപേക്ഷിച്ച് ഗുരുവിൻ്റെ പാദത്തിൽ വീണുരുണ്ട് കണ്ണുമടച്ചു കിടന്നു. പിന്നീട് എണീറ്റ് കണ്ണു തുറന്നപ്പോൾ ബാബ ദക്ഷിണ ചോദിക്കുന്നതാണ് കണ്ടത്. ബാബയുടെ അതിമാനുഷത്വവും ആനന്ദസ്വരൂപവും കണ്ട് അയാൾ തന്നെത്താൻ മറന്നു. അയാൾ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. ബാബയെ വീണ്ടും വീണ്ടും വണങ്ങി ദക്ഷിണ കൊടുത്തു. അയാളുടെ സംശയം നീങ്ങിയതായും സ്വന്തം ഗുരുവെ കണ്ടതായും അയാൾ പറഞ്ഞു. ഈ ലീല കണ്ട് എല്ലാവരും മുലായ് ശാസ്ത്രിയോടൊപ്പം അതിശയിച്ചു. ഇതാണ് ബാബ കാവി വസ്ത്രം ധരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഖോലാബ് സ്വാമി കാവി വസ്ത്രധാരിയായിരുന്നു.
ഇത്തരമാണ് ബാബയുടെ അതിശയലീലകൾ. ഒരു ഡോക്ടർ. ഒരിക്കൽ മംലത്ദാർ അയാളുടെ ഡോക്ടർ സ്നേഹിതനോടു കൂടി ഷിർദിയിൽ വന്നു. ഡോക്ടർ അയാളുടെ ഇഷ്ടദേവത രാമനാണെന്നും ഒരു മുഹമ്മദീയനെ കുമ്പിടില്ലെന്നും അതുകൊണ്ട് താൻ ഷിർദിക്ക് വരുന്നില്ലെന്നും പറഞ്ഞു. മംലത്ദാർ അതിന് അയാളെ ആരും നമസ്കരിക്കാൻ നിർബന്ധിക്കില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അയാളെ തുണയ്ക്കു വേണ്ടി മാത്രം എന്ന നിലയിൽ കൂട്ടിക്കൊണ്ടുപോയി. ഷിർദിയിലെത്തി അവർ ബാബാ ദർശനത്തിന് ചെന്നു. എല്ലാവർക്കും അതിശയകരമാം വിധം ഡോക്ടർ മുന്നിൽ ഓടിച്ചെന്ന് ബാബയെ നമസ്കരിക്കുന്നുണ്ട്. അവർ എന്താണ് അയാളുടെ തീരുമാനം ലംഘിച്ച് ഒരു മുസൽമാനെ നമസ്കരിച്ചത് എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടദേവത രാമനാണിവിടെ ഇരിക്കുന്നതായി കണ്ടത്, അതുകൊണ്ട് ഞാൻ നമസ്കരിച്ചു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ അയാൾ ബാബയെ തന്നെ വീണ്ടും കണ്ടു. ഡോക്ടർ അന്തം വിട്ടു പറഞ്ഞു, ഇത് സ്വപ്നമാണോ? ബാബ മുഹമ്മദനീയനൊന്നുമല്ലല്ലോ, ഒരു മഹായോഗസമ്പന്ന അവതാരമാണ്. അടുത്ത ദിവസം അയാൾ വ്രതമെടുത്ത് നിരാഹാരം അനുഷ്ഠിച്ച് ബാബ അനുഗ്രഹിക്കുന്നതുവരെ മസ്ജിദിൽ പോവില്ലെന്ന് തീരുമാനിച്ചു. 3 ദിവസം അങ്ങനെ പോയി. 4-ാം ദിവസം അയാളുടെ അടുത്ത സുഹൃത്തായ ഖണ്ഡേഷ്കാരനെ ഒരാളുമായി അയാൾ മസ്ജിദിൽ പോയി. നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ബാബ ചോദിച്ചു, എന്താ ആരും വിളിക്കാൻ വന്നില്ലല്ലോ, പിന്നെ എന്തിനു വന്നു? ഇത് കേട്ട് ഡോക്ടർ വിസ്മയിച്ചു പോയി. അന്നു രാത്രി ഉറക്കത്തിൽ ബാബ അയാളെ സമീപിച്ച് അനുഗ്രഹിച്ചതായി സ്വപ്നം കിട്ടി. പിന്നീട് നാട്ടിൽ പോയിട്ടും 14 രാത്രികളിൽ ഇതേ അനുഭവമുണ്ടായി. അങ്ങനെ അയാൾ സായിബാബയുടെ ഒരു മഹാഭക്തനായി. ഈ കഥകളുടെ, പ്രത്യേകിച്ച് മുലായ് ശാസ്ത്രിയുടെ കഥയുടെ തത്വം നമുക്ക് ഗുരുവിൽ ഉറച്ച വിശ്വാസം വേണമെന്നാണ്. അടുത്ത അധ്യായത്തിൽ കൂടുതൽ ലീലകളെപ്പറ്റി പ്രതിപാദിക്കാം. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം സായിറാം.